ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലോദ്ര അല്ലെങ്കിൽ സിംപ്ലോകോസ റെസിമോസ എന്ന ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന മലയാളത്തിൽ പാച്ചോറ്റി എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചുള്ളതാണ്. ഇത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിന് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷേപ്പ് നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ലോദ്ര എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതല്ലാതെ മറ്റ് യൂസ് എന്തൊക്കെയാണെന്നൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഈ ലോദ്ര എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിലാണ് യൂസ് ചെയ്യാറുള്ളത്. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലീഡിംഗ് പൈൽസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസ് ഇതിനൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. ഇത് വൂണ്ട് ഹീലിങ്ങിന് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വേണ്ടി വളരെ നല്ലതാണ്. നമുക്കത് എക്സ്റ്റേണലായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ തൊലിയാണ് മെയിനായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തൊലിയുടെ പൊടി നമുക്ക് ഇപ്പം മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ മുറിവിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. അതുപോലെ തന്നെ ഫ്രാക്ചറൊക്കെ ഉള്ള കേസുകളിലും കൊടുക്കാറുണ്ട്. ഫ്രാക്ചർ ഉള്ളതൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോദ്ര അല്ലെങ്കിൽ പാച്ചോറ്റി സഹായിക്കുന്നതാണ്. ഇനി ബ്ലീഡിംഗ് പൈൽസ് ഒക്കെ ഉള്ളവരാണ്, അതുപോലെ തന്നെ വയറ്റിളക്കം ഉണ്ട്, അങ്ങനെയുള്ള കേസുകളിലും ലോദ്ര കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഉള്ളപ്പോൾ നമുക്കിത് കഷായം വെച്ചിട്ട് ഒരു 25 ഗ്രാം എടുത്തിട്ട് ഒരു 200 ml വെള്ളത്തിൽ കഷായം വെച്ചിട്ട് ഒരു 50 ml ആയി തിളപ്പിച്ച് കുറുക്കിയതിന് ശേഷം അത് നമുക്ക് ഒരു 25 ml രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഇത് ബ്ലീഡിംഗ് പൈൽസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വയറിളക്കം ഉള്ളവർക്കും ഇത് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഗംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പോഞ്ചി ഗംസ്, ഗമ്മ് വളരെ ഇങ്ങനെ സ്പോഞ്ച് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്, തൊടുമ്പോൾ തന്നെ ഗമ്മിന്ന് ചോര വരാറുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വായിൽ ഇതിൻ്റെ ഒരു കഷായം ഗാർഗിൾ ചെയ്യാൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പൽപ്പൊടിയായിട്ട് തന്നെ ലോദ്രയുടെ പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വായിലുണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ, അതുപോലെ വായിൽ തൊലി പോവുക, ചുണ്ടിലും വായിലും ഒക്കെ തൊലി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വായിലുണ്ടാവുന്ന വായപ്പുണ്ണ്, ഇതിനൊക്കെ നമുക്ക് ലോദ്ര ഉപയോഗിക്കാവുന്നതാണ്. ലോദ്രയും അതുപോലെ തന്നെ ത്രിബലയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗാർഗിൾ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് തേനിൽ മിക്സ് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ ഇത് അടുത്ത ഒരു ഉപയോഗം, ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സ്ത്രീ രോഗങ്ങളിലാണ്. സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളിലും നമ്മൾ ലോദ്ര ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ, അബോർഷൻ ഉണ്ടാവുന്ന കേസുകളിൽ, അതുപോലെ പോസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വരുന്ന ചില അസുഖങ്ങളിൽ, വജൈനയിൽ ഉണ്ടാവുന്ന ഡിസ്ചാർജിൽ, വജൈനൽ ബ്ലീഡിങ്ങിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലും ഒക്കെ നമ്മൾ ലോദ്ര ഉപയോഗിക്കാറുണ്ട്. പുറമെ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അകത്തേക്ക് കഴിക്കാനും ലോദ്ര കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ലോദ്രയുടെ പൊടി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീർക്കെട്ടിനും നമുക്കിതുപോലെ പുറമെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും മുറിവുകൾ, വൂൺസ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഇതുപോലെ പുറമെ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. ബ്ലീഡിംഗ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കാനും നല്ലതാണ്. ബ്ലീഡിങ് വളരെ പെട്ടെന്ന് നിർത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് വരുവാണെങ്കിൽ ഇത് സ്കിന്നിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ ലോദ്ര ഉപയോഗിക്കാറുണ്ട്. മറ്റു മരുന്നുകളുടെ കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ലോദ്ര നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. ഒന്നാമത് നമുക്ക് ബ്ലെമിഷസ് അല്ലെങ്കിൽ ആക്നെ, ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോദ്ര ഉപയോഗിക്കാവുന്നതാണ്. ലോദ്ര ഉപയോഗിക്കാൻ ഏറ്റവും ഇതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതിൻ്റെ കൂടെ നമുക്ക് ആലം സ്റ്റോണിൻ്റെ പൊടി കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അതൊരു ഒന്നോ രണ്ടോ പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. അത് ലോദ്രയുടെ പൊടിയിലോട്ട് നമുക്ക് ഈ ഒരു പൊടി കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഉണ്ടാവുന്ന ആക്നെ കുറക്കാനും ബ്ലെമിഷസും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് കുറക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ലോദ്ര നമ്മുടെ പോർസൊക്കെ നല്ല രീതിയിൽ ടൈറ്റൻ ആക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ്. പോർസ് ടൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാനും ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. ഫൈൻ ലൈൻസ് ഒക്കെ കുറക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മരുന്നാണ് ലോദ്ര എന്ന് പറയുന്നത്. ഇനി നമുക്കിത് പിമ്പിൾസിന് ഉപയോഗിക്കാം. പിമ്പിൾസിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലോദ്രയുടെ പൊടിയിലോട്ട് മല്ലി പൊടിച്ചതും കൂടെ ചേർത്തിട്ട്, എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. അതുപോലെ തന്നെ വയമ്പ്, ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. അതല്ല എങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം. ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് പാക്കായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടും വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള കേസുകളിൽ, മെലാസ്മ ഉള്ള കേസുകളിലും ഒക്കെ ലോദ്ര ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മിക്ക ഫേസ് പാക്ക് പൗഡേഴ്സിലും ഒക്കെ ലോദ്ര ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കാണാറുണ്ട്. അത് നമുക്കിപ്പോൾ ബ്ലെമിഷസ് അല്ലെങ്കിൽ അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടാക്കിയ പോലെ ക്വാദം, അതായത് കഷായം ഉണ്ടാക്കുക. കഷായം നമുക്ക് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മുഖം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കാം. ഇത് വളരെ നല്ലതാണ്. മുഖത്ത് നല്ലൊരു ഈവൻ സ്കിൻ ടോൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. പിഗ്മെൻറ്റേഷൻ കുറക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ കുറയാനും ഈ ഒരു ഫേസ് വാഷായിട്ട് ഇത് ഉപയോഗിക്കുന്നത് മൂലം സാധിക്കും. നിങ്ങൾക്കിത് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കാം. അതിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ അത് ചീത്തയായി പോകും. നമുക്ക് 2 ദിവസത്തേക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അതല്ലാതെ ഡെയിലി നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിന് നമുക്ക് ക്വാദ ചൂർണം വാങ്ങിക്കാൻ കിട്ടും. അങ്ങാടി കടകളിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അധികം ഫൈൻ പൗഡർ അല്ലാതെ കുറച്ച് കോഴ്സ് ആയിട്ടുള്ള പൗഡർ ആയിരിക്കും. അതാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് നിങ്ങൾ മുഖം കഴുകുന്നത് നമുക്കിപ്പോൾ അതിന് മുമ്പായിട്ട് കടലമാവോ എന്തെങ്കിലും ഇട്ട് മുഖം കഴുകിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഈ ഒരു ലോദ്ര ക്വാദ ഉപയോഗിച്ചിട്ട് മുഖം കഴുകി കൊടുക്കുക. ഇത് പിമ്പിൾസ് കുറക്കാനും അതുപോലെ തന്നെ മുഖത്ത് നല്ലൊരു ഈവൻ സ്കിൻ ടോൺ ഉണ്ടാവാനും ഗ്ലോ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഫൈൻ ലൈൻസ് ഒക്കെ മെല്ലെ മെല്ലെ കുറക്കാൻ ഈ ലോദ്ര സഹായിക്കും. ലോദ്ര ഫേസ് പാക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഫൈൻ ലൈൻസ് കുറക്കാനും അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി മെലാസ്മ ഉള്ളവരാണെങ്കിൽ മെലാസ്മക്കും നമുക്ക് ഈ ലോദ്ര ഉപയോഗിക്കാം. ലോദ്രയുടെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ഒന്ന് മഞ്ചിഷ്ട പൗഡറാണ്. അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ, പിന്നെ വേണ്ടത് മഞ്ഞൾ. ഇത് എല്ലാം ഈക്വൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി മഞ്ഞൾ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അങ്ങനെ അലർജി ഉള്ളവരാണെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം. കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല. ഇത് 4 ഈക്വൽ ക്വാണ്ടിറ്റി തേനിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് വളരെ ഡ്രൈ ആവാൻ വിടരുത്. കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയാം. ഇത് നമുക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാം. മെലാസ്മ കുറക്കാൻ ഇത് വളരെ നല്ലൊരു പാക്കാണ്. അപ്പോൾ മെലാസ്മ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ നീർക്കെട്ട് കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കും. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ അമിതവണ്ണം ഉണ്ട്. അപ്പോൾ ആ ഒരു അമിതവണ്ണം ചിലപ്പോൾ നീർക്കെട്ട് കൊണ്ടാവാം. അങ്ങനെയുള്ള വണ്ണം കുറക്കാൻ ഇത് സഹായിക്കും. അതല്ലാതെ തന്നെ നമ്മുടെ ബോഡി നല്ലൊരു ഷേപ്പായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ലോദ്ര സഹായിക്കുന്നതാണ്. നമുക്കിത് ക്വാദമായിട്ട് കഴിക്കാം. ലോദ്രാസവത്തിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലോദ്ര. ഈ ലോദ്രാസവമൊക്കെ നമ്മൾ അമിതവണ്ണം ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ്. അവരുടെ ബോഡി നല്ലൊരു ഷേപ്പായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ലോദ്ര. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലും ലോദ്ര ഉപയോഗിക്കാവുന്നതാണ്. അരിമേദാദി തൈലം, ലോദ്രാസവം, അതുപോലെ തന്നെ ദശമൂലാരിഷ്ടം, ഇതിലൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലോദ്ര എന്ന് പറയുന്നത്. അരിമേദാദി തൈലമൊക്കെ നമ്മുടെ വായിലുള്ള പ്രശ്നങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗം ബ്ലീഡിങ് അല്ലെങ്കിൽ വായിലുള്ള പല്ലിനുണ്ടാവുന്ന വേദന, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മറ്റ് ഇനാമൽ കുറഞ്ഞത് മൂലം ഉണ്ടാവുന്ന പുളിപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ അരിമേദാദി തൈലം യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിലും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലോദ്ര. അപ്പോൾ നമ്മുടെ വായുടെ ഓറൽ ഹെൽത്തിനും വളരെ നല്ലതാണ് ലോദ്ര എന്ന് പറയുന്നത്. അതുപോലെ ലോദ്രാസവം പ്രമേഹത്തിനൊക്കെ കൊടുക്കാറുണ്ട്. പ്രമേഹത്തിനും വളരെ നല്ലതാണ് ലോദ്ര അല്ലെങ്കിൽ പാച്ചോറ്റി എന്ന് പറയുന്നത്. പിന്നെ പാച്ചോറ്റിയുടെ പൂവ് നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി വെള്ളത്തിലിട്ട് അടച്ചു വെക്കുക. രാവിലെ ആ വെള്ളം കുടിക്കുന്നത് പനിയുള്ള സമയത്തും അതുപോലെ ചുമയുണ്ടെങ്കിൽ ചുമ മാറാനും ആ കഫം കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പാച്ചോറ്റി അല്ലെങ്കിൽ ലോദ്രയെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്